ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സംശയമുന്നയിച്ച് കുടുംബം ഹൈക്കോടതിയിൽ. കൊലപാതകമാണോ എന്നാണ് സംശയം. കൊലപ്പെടുത്തി കെട്ടിത്തൂക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. CPM നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും കുടുംബം പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കൊലപാതകമാണോ എന്നുള്ള ഒരു സംശയമാണ് നിലവിൽ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള ഒരു സംശയം തള്ളിക്കളയാനാകില്ല. ഈ പോലീസ് പ്രാഥമികമായിട്ട്, അതായത് ആത്മഹത്യയാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ആ നിഗമനം തങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുകൂടി നിലവിൽ ഇന്ന് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. താനോ തന്റെ ബന്ധുക്കളോ വരുന്നതിന് മുൻപ് തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പോലീസ് പൂർത്തിയാക്കി. ഇതൊക്കെ തന്നെയാണ് സംശയം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള കാരണങ്ങളായിട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ സാധാരണ രീതിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ അല്ലെങ്കിൽ പൂർത്തീകരിക്കേണ്ടത് ഈ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ്. അത്തരം ചട്ടങ്ങൾ ഒന്നും തന്നെ ഇവിടെ പാലിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൊലപാതകം നടന്നിട്ടുണ്ടെന്നുള്ള ഒരു സംശയം നിഴലിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസി ഈ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത ഉണ്ടാകുമെന്നാണ് കുടുംബം അനുമാനിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരമൊരു ഹർജി നൽകിയത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, CPM നേതാവായിട്ടുള്ള PP ദിവ്യ പ്രതിയായ കേസാണ്. അതുകൊണ്ട് തന്നെ PP ദിവ്യയ്ക്ക് കൃത്രിമമായിട്ട് തെളിവുകൾ സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം സംസ്ഥാന പോലീസ് നടത്തുന്നുണ്ടെന്നുള്ള ഒരു ആക്ഷേപം കൂടി നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ കോൾ റെക്കോർഡ് അടക്കം നവീൻ, ഈ പറയുന്ന കളക്ടർ, അതോടൊപ്പം തന്നെ PP ദിവ്യ, ഈ പ്രശാന്തൻ, ഇവരുടെ ഒന്നും തന്നെ കോൾ റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് പ്രത്യേക അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് എടുക്കാത്തത്? അത് മാത്രവുമല്ല, ഈ റെയിൽവേ സ്റ്റേഷൻ, ക്വാർട്ടേഴ്സ്, അതോടൊപ്പം തന്നെ ഈ കളക്ട്രേറ്റ്, ഇവിടങ്ങളിലെ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കേസെടുത്ത് അതിന്മേൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ, അതും പ്രത്യേകിച്ച് ഇത്രത്തോളം കോളിളക്കം സൃഷ്ടിച്ച വിവാദമായ ഒരു കൊലപാതകത്തിൽ എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളായ CCTV ഫൂട്ടേജ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ ശേഖരിക്കാത്തത്? ഇതൊക്കെ തന്നെ സംശയത്തിന്റെ നിഴലിലാണ്. അതിനാൽ ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാകാം. ഈ കൊലപാതകമാണോ, കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളൊരു സംശയം തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെങ്കിൽ അത് CBIക്ക് തന്നെ കേസ് കൈമാറിക്കൊണ്ട് വേണം എന്നുള്ളതാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് എന്തായാലും കാര്യക്ഷമമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന തങ്ങൾക്ക് അറിയാമെന്നും ഈ ഒരു കുടുംബം പറയുന്നുണ്ട്. പ്രതീക്ഷയില്ല നിലവിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ എന്നുള്ള കാര്യവും ഭാര്യ നൽകിയിട്ടുള്ള ഹർജിയിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസമായിരിക്കും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രസ്തുത ഹർജി പരിഗണിക്കുക. ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളൊരു സംശയം ആ കുടുംബം ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ ഗതി തന്നെ മാറിപ്പോയേക്കാം. എന്തായാലും നിലവിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ കുടുംബം ഉന്നയിച്ച സാഹചര്യം കൂടിയുണ്ട്. അത് രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ ഉന്നയിച്ചുകൊണ്ട് അവർക്ക് CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.